എല്ലാവർക്കും നമസ്കാരം. ഭഗവാൻ അർജുനനോട് വീണ്ടും പറയുന്നു, എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. ധാന്യങ്ങൾ മഴ കാരണമുണ്ടാകുന്നു. യജ്ഞത്താൽ മഴയും ഉണ്ടാകുന്നു. വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും യജ്ഞങ്ങളും ഉണ്ടാകുന്നു എന്ന് നീ മനസ്സിലാക്കൂ പാർത്ഥ. ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള കർമ്മമാണ് യാഗങ്ങൾ. യജുർവേദത്തിലാണ് യാഗങ്ങളെപ്പറ്റിയും യാഗാദികളുടെ പ്രയോഗ രീതികളെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നത്. കടുത്ത വരൾച്ച നേരിടുന്നതിനിടെ നല്ല മഴ ലഭിക്കുവാൻ ഗുജറാത്ത് സർക്കാർ പണ്ട് ഉത്തരവിട്ടു. ഇത് വരുണയാഗത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ പണ്ട് തിരുവിതാംകൂറിൽ വരൾച്ച നേരിട്ടപ്പോൾ ഗൗരി പാർവതിഭായി തമ്പുരാട്ടി വരുണയാഗം നടത്താൻ ഉത്തരവിട്ടിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. ശാസ്ത്രം വളരെ പുരോഗമിച്ചിട്ടും ഇന്നും ഇതൊക്കെ ഈശ്വര പ്രീതിക്കായി തുടർന്നു വരുന്നുമുണ്ട്. അംഗരാജ്യത്തെ കൊടും വേനലിൽ നിന്ന് രക്ഷിക്കാൻ ഋഷ്യശൃംഗൻ എന്ന മുനികുമാരനെ കൊണ്ടുവന്ന കഥ വൈശാലിയിലൂടെ നമ്മൾക്ക് പരിചിതമാണ്. ഇന്നും മഴ പെയ്യിക്കാനുള്ള വിവിധ പരീക്ഷണങ്ങൾ നടന്നു വരുന്നു എന്നതിൻ്റെ തെളിവാണ് കൃത്രിമ മഴ. വികസിത രാജ്യങ്ങൾ ഈ കൃത്രിമ മഴ പെയ്യിക്കുക എന്നത് നിസ്സാരമാണെങ്കിലും വികസ്വര രാജ്യങ്ങളിൽ അത് കുറെ കഷ്ടം തന്നെയാണ്. യാഗത്തിലെ പ്രധാന വസ്തുവായ നെയ്യ് അഗ്നിയുമായി ചേരുമ്പോൾ ധാരാളം ഓക്സിജൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് ഓരോ വസ്തുക്കളും യാഗത്തിൽ അഗ്നിയുമായി ചേരുമ്പോൾ ഉണ്ടാകുന്നത്. ഇതിനെല്ലാം ആധാരം ചിലരുടെയെങ്കിലും വിശ്വാസം തന്നെയാണ്. സകല യജ്ഞങ്ങളുടെയും ഭോക്താവ് യജ്ഞപുരുഷൻ എന്നറിയപ്പെടുന്ന ദേവാദിദേവനായ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ശരീരത്തിലെ വിവിധ അവയവങ്ങൾ എന്ന പോലെ ഭഗവാനെ ദേവന്മാർ ഉപചരിക്കുന്നു. ഭൗതിക കാര്യങ്ങളുടെ അധിപന്മാരായ ചന്ദ്രൻ, ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയവർ വായു, വെളിച്ചം, വെള്ളം മുതലായവയിൽ പ്രസാദിച്ച് കനിഞ്ഞ് ഭക്ഷ്യവസ്തുക്കൾ വിളയിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ നൽകട്ടെ എന്ന് കരുതിയാണ് ദേവന്മാർക്ക് വേണ്ടി യജ്ഞങ്ങൾ ചെയ്യാൻ വേദങ്ങൾ നിർദ്ദേശിക്കുന്നത്. ഇവിടെ കൃഷ്ണഭഗവാനെ മാത്രം പൂജിക്കുമ്പോൾ അവിടുത്തെ വിഭിന്ന അവയവങ്ങളായ ദേവന്മാരും പൂജിക്കപ്പെടുന്നു. നിയന്ത്രിതമായ കർമ്മവിധികൾ വേദത്തിൽ വിവരിച്ചിട്ടുണ്ട്. വേദങ്ങളാകട്ടെ പരമ ദിവ്യോത്തമ പുരുഷനിൽ നിന്നും ഉത്ഭവിച്ചതുമാണ്. ആയതുകൊണ്ട് സർവ്വവ്യാപകമായ അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിലാണ് എന്നെന്നും കുടികൊള്ളുന്നത്. വേദങ്ങൾ കർമ്മസംബന്ധമായ നിർദ്ദേശങ്ങളുടെ ഒരു സമാഹാരമാണ്. യജ്ഞപുരുഷനായ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നിർദ്ദേശം മനസ്സിലാക്കേണ്ടത് ദിവ്യമായ വേദങ്ങളിൽ കൂടിയ തന്നെയാണ്. വേദോപദിഷ്ടമല്ലാത്ത കർമ്മം ആധാരികമല്ലാത്തതും പാപകരവുമാകുന്നു പറയുന്നു. അതിനാൽ വേദവിധി അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ കർമ്മത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് കഴിയുകയുള്ളൂ. മലയാള പരിഭാഷ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.